ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ്ങിനെ കാനഡ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. ആദ്യമായാണ് ഏതെങ്കിലും ഒരു രാജ്യം ഒരു ക്രിമിനൽ ഗ്യാങ്ങിനെ ഭീകരരായി പ്രഖ്യാപിക്കുന്നത്. സാധാരണ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആയുധമെടുത്ത് പോരാടുന്ന സംഘടനകളെയാണ് ഭീകരന്മാർ എന്ന് ചില രാജ്യങ്ങൾ പ്രഖ്യാപിക്കാറുള്ളത്. ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ് കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, പണാപഹരണം തുടങ്ങിയവ നടത്തുന്ന ഒരു ക്രിമിനൽ സംഘമാണ്. എന്തിനാണ് കാനഡ ഇവരെ ഭീകരന്മാരായി പ്രഖ്യാപിച്ചത്? 2015 മുതൽ ലോറൻസ് ബിഷ്ണോയ് ഇന്ത്യയിൽ തടവിലാണ്. കാനഡയുടെ ഈ പ്രഖ്യാപനം ഇന്ത്യ കാനഡ ബന്ധത്തെ എങ്ങനെ ബാധിക്കും? ആയിരത്തി 1993 ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ മകനായി ജനിച്ച ലോറൻസ് ബിഷ്ണോയുടെ യഥാർത്ഥ പേര് ബാൽകരൺ ബ്രാർ എന്നാണ്. 2010 പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് ചേരും വരെ ഒരു സാധാരണ യുവാവായിരുന്നു. സ്കൂൾ കാലം മുതലുള്ള ഗേൾഫ്രണ്ടും കോളേജിൽ ഒപ്പം പഠിക്കാനെത്തി. കോളേജിലെത്തിയപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി. യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റു. ഈ തോൽവി വലിയ ആഘാതമായിരുന്നു ബാൽകരണിന്. ഉടൻ തന്നെ ഒരു തോക്ക് സംഘടിപ്പിച്ചു. കോളേജ് രാഷ്ട്രീയം തോക്കിൻ മുനയിൽ നിയന്ത്രിക്കാനായി പിന്നീട് ശ്രമം. ജയിച്ചയാളുടെ ഗ്യാങ്ങും ശക്തരായിരുന്നു. കോളേജിൽ സംഘട്ടനം പതിവായി. ഈ സംഘടനകൾക്കിടയിൽ ബാൽകരണിൻ്റെ ഗേൾഫ്രണ്ടിനെ എതിരാളികൾ ജീവനോടെ തീവെച്ച് കൊന്നു എന്ന് പറയപ്പെടുന്നു. ഇതോടെ ബാൽകരൺ പ്രതികാരദാഹിയായി മാറി. എതിരാളികളുമായുള്ള സംഘട്ടനവും പതിവായി. 2011 തന്നെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് ബിസിനസ്സുകാരെ ഭീഷണിപ്പെടുത്തുക, പണം പിടുങ്ങുക തുടങ്ങിയ പരിപാടികളിലായി ഹരം. സ്കൂൾ കാലം മുതൽ ബാൽകരൺ സ്വയം വിളിച്ചിരുന്നത് ലോറൻസ് എന്നായിരുന്നു. ഗ്യാങ്സ്റ്റർ ആയതോടെ ലോറൻസ് ബിഷ്ണോയ് എന്ന പേര് സ്വീകരിച്ചു. റിയൽ എസ്റ്റേറ്റുകാരും അബ്കാരികളും ഉൾപ്പെടുന്ന ബിസിനസ്സുകാരായിരുന്നു ബിഷ്ണോയുടെ സ്ഥിരം ഇരകൾ. ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ ജാട്ട് യുവാക്കൾക്കിടയിൽ ലോറൻസ് ബിഷ്ണോയ്ക്ക് ഒരു റോബിൻ ഹുഡ് പ്രതിച്ഛായ കൈവന്നു. ഇതോടെ ബിഷ്ണോയ് ഗ്യാങ്ങിലേക്ക് കൂടുതൽ യുവാക്കൾ ആകൃഷ്ടരായി. 2015 ഒരു ബിസിനസ്സുകാരനെ വധിക്കാൻ ശ്രമിച്ച് പണം തട്ടിയെടുത്ത കേസിൽ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്യും വരെ പഞ്ചാബിലും ഹരിയാനയിലും ബിഷ്ണോയ് ഗ്യാങ് പേടി സ്വപ്നമായിരുന്നു. ജയിലിൽ പോയതോടെ ബിഷ്ണോയ് ഗ്യാങ് തീർന്നു എന്ന് കരുതിയെങ്കിൽ തെറ്റി. ലോറൻസ് ബിഷ്ണോയ് ജയിലിലായതോടെ ആ ഗ്യാങ് കൂടുതൽ ശക്തരാവുകയാണ് ചെയ്തത്. ജയിലിലിരുന്ന് ബിഷ്ണോയ് തൻ്റെ ഗ്യാങ്ങിനെ വലുതാക്കി. മൊബൈൽ ഫോൺ വഴിയായി ഓപ്പറേഷൻ. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലേക്ക് ബിഷ്ണോയ് ഗ്യാങ് വളർന്നു. ജയിലിന് പുറത്ത് ഈ ഗ്യാങ്ങിനെ നിയന്ത്രിച്ചിരുന്നത് കോളേജ് കാലത്ത് ബിഷ്ണോയുടെ സുഹൃത്തായിരുന്ന ഗോൾഡി ബ്രാർ ആയിരുന്നു. ഗോൾഡി ബ്രാറിൻ്റെയും ശരിക്കും പേര് അതൊന്നുമല്ല, സതീന്ദർജിത് സിംഗ് എന്നാണ്. ബിഷ്ണോയിയെ പോലെ ആ പേര് ഒരു ഗ്യാങ്സ്റ്ററിന് പറ്റില്ല എന്ന് കണ്ട് സ്വയം പേര് മാറ്റിയതാണ്. ജയിലിനകത്ത് നിന്ന് ടെലഗ്രാം, സിഗ്നൽ പോലുള്ള ആപ്പുകൾ വഴിയാണ് കമ്മ്യൂണിക്കേഷൻ. ബിഷ്ണോയ് ഉത്തരവിടും, ഗോൾഡി ബ്രാർ നടപ്പാക്കും. മാസങ്ങൾക്കുള്ളിൽ ഉത്തരേന്ത്യയിൽ 100 കണക്കിന് കിണ്ണം കാച്ചിയ സ്നൈപ്പർമാരുടെ ഒരു വലിയ സംഘത്തെ തന്നെ ബിഷ്ണോയ് വളർത്തിയെടുത്തു. ഇതിനിടെ പല കേസുകളിലായി തിഹാർ ജയിലിലേക്ക് ഉൾപ്പെടെ ജയിൽ മാറ്റിയെങ്കിലും ബിഷ്ണോയ് ഗ്യാങ് കൂടുതൽ വളരുകയായിരുന്നു. ജയിലിനകത്തുള്ള മറ്റ് ഗ്യാങ്സ്റ്റർമാർ, രാഷ്ട്രീയക്കാരുടെ സഹായികൾ എന്നിവരെ കോർഡിനേറ്റ് ചെയ്ത ബിഷ്ണോയ് ഏത് ജയിലിലിരുന്നും തൻ്റെ അധോലോകത്തെ നിയന്ത്രിക്കാൻ ശക്തനായി. രാജ്യത്ത് നടന്ന വൻ ലഹരിവേട്ടയിലെ അന്വേഷണങ്ങൾ ഒടുക്കമെത്തിയത് ബിഷ്ണോയ് ഗ്യാങ്ങിലായിരുന്നു. 2017 ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ ബിഷ്ണോയുടെ പങ്കാളി ഗോൾഡി ബ്രാർ കാനഡയിലെത്തി. ഇത്രയും കുപ്രസിദ്ധ കുറ്റവാളിക്ക് എങ്ങനെ പാസ്പോർട്ട് കിട്ടി, വിസ കിട്ടി, എങ്ങനെ രാജ്യം വിടാൻ പറ്റി എന്ന ചോദ്യമൊക്കെ ഉണ്ടാകും. ജയിലിൽ കിടന്ന് ബിഷ്ണോയ്ക്ക് അധോലോകം ഭരിക്കാമെങ്കിൽ ഗോൾഡി ബ്രാറിന് കാനഡയിലും എത്താം. കഥയിൽ ചോദ്യമില്ല. ഇതോടെ ബിഷ്ണോയ് ഗ്യാങ് ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിലേക്ക് ഉയർന്നു. 2022 പഞ്ചാബി റാപ്പ് ഗായകൻ സിദ്ധു മൂസേവാലയുടെ കൊലപാതകം പഞ്ചാബ് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് അത് ബിഷ്ണോയ് ഗ്യാങ്ങിൻ്റെ പണിയാണെന്ന് കണ്ടെത്തിയത്. ഇതോടെ പഞ്ചാബ് പോലീസ് ബിഷ്ണോയിയെ കസ്റ്റഡിയിൽ വാങ്ങി. അതേ വർഷം സെപ്റ്റംബറിൽ ഗുജറാത്ത് തീരത്ത് നിന്ന് 200 കോടിയുടെ മയക്കുമരുന്ന് പോലീസ് പിടികൂടി. പാകിസ്ഥാനിൽ നിന്ന് എത്തിച്ചതായിരുന്നു ഈ മയക്കുമരുന്ന്. കേസ് വളരെ പെട്ടെന്ന് NIA ഏറ്റെടുക്കുകയും മയക്കുമരുന്ന് കടത്തിയതിന് പിന്നിൽ ബിഷ്ണോയ് ഗ്യാങ് ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു. പഞ്ചാബ് പോലീസിൽ നിന്ന് NIA കസ്റ്റഡിയിലെടുത്ത ബിഷ്ണോയിയെ ഗുജറാത്തിലെ സബർമതി ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. സംസ്ഥാനം ഗുജറാത്താണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നാടാണ്. ഇനി ബിഷ്ണോയുടെ കളിയൊന്നും നടക്കില്ലെന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ തെറ്റി. 2018 ഒരു കേസിൽ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് സൽമാൻ ഖാനെ കൊല്ലുമെന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ ബിഷ്ണോയ് വിളിച്ചു പറഞ്ഞത്. ജാട്ട് വംശജനായ ബിഷ്ണോയുടെ കുടുംബം ബിഷ്ണോയ് മതസമൂഹത്തിൽപ്പെടുന്നവരായിരുന്നു. പരിസ്ഥിതി സംരക്ഷണം ആരാധനയാക്കി മാറ്റിയവരാണ് ബിഷ്ണോയികൾ. കൃഷ്ണമൃഗത്തെ അവർ വിശുദ്ധമായി കണ്ടുപോകുന്നു. നടൻ സൽമാൻ ഖാൻ രാജസ്ഥാനിൽ ഷൂട്ടിങ്ങിനിടെ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസുണ്ടാകുമ്പോൾ ലോറൻസ് ബിഷ്ണോയ്ക്ക് 5 വയസ്സ് മാത്രമാണ് പ്രായം. ആ സംഭവത്തിന് പകരം വീട്ടും എന്നായിരുന്നു ബിഷ്ണോയുടെ വെല്ലുവിളി. ബിഷ്ണോയ് സബർമതി ജയിലിൽ കിടക്കുമ്പോഴാണ് മുംബൈയിലെ സൽമാൻ ഖാൻ്റെ വീട്ടിലേക്ക് വെടിവെപ്പുണ്ടാവുന്നത്. മഹാരാഷ്ട്ര പോലീസിൻ്റെ അന്വേഷണത്തിൽ സംഭവത്തിന് പിന്നിൽ ബിഷ്ണോയുടെ ഗ്യാങ് ആണ് എന്ന് വ്യക്തമായി. മഹാരാഷ്ട്ര പോലീസ് ബിഷ്ണോയെ ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ മഹാരാഷ്ട്ര പോലീസിനെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ആവശ്യം നിരസിക്കപ്പെട്ടു.
ലോറൻസ് ബിഷ്ണോയിയെ ഗുജറാത്തിലെ ജയിലിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്നായിരുന്നു വിശദീകരണം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം CRPC 268 വകുപ്പ് പ്രകാരം സബർമതി ജയിലിൽ നിന്ന് ബിഷ്ണോയിയെ മാറ്റുന്നത് തടഞ്ഞിരിക്കുകയാണ് അത്രേ. ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ ജയിലിൽ നിന്ന് കുറ്റവാളികളെ മറ്റ് ഏജൻസികൾ കസ്റ്റഡിയിലെടുക്കുന്നതും കോടതിയിൽ ഹാജരാക്കുന്നതും താൽക്കാലികമായി തടയുന്നതാണ് CRPCയിലെ ഈ വകുപ്പ്. CRPCയുടെ ഈ വകുപ്പ് പ്രകാരം ഈ നീക്കം തടയുന്നതിനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്കാണ്. ആദ്യമായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇങ്ങനെ ഒരു ഉത്തരവിറക്കുന്നത്. മാസങ്ങൾക്കുള്ളിൽ NCP നേതാവും മുൻ മന്ത്രിയും MLAയുമായ ബാബ സിദ്ദീഖ് പട്ടാപ്പകൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. പിന്നിൽ ബിഷ്ണോയ് ഗ്യാങ് തന്നെ. പക്ഷേ മഹാരാഷ്ട്ര പോലീസിന് ബിഷ്ണോയിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനായില്ല. ഗുജറാത്തിന് പുറത്തേക്ക് ബിഷ്ണോയിയെ കൊണ്ടുപോകാൻ BJP ഭരിക്കുന്ന മഹാരാഷ്ട്ര പോലീസിന് പോലും കഴിഞ്ഞില്ല. കാരണം നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയ ഉത്തരവ് കാലാവധി നീട്ടി നിലനിർത്തിയിരുന്നു. 2023 പഞ്ചാബിലെ മറ്റൊരു ഗ്യാങ്സ്റ്റർ സുഖ ധനേഖ കാനഡയിലെ വിനിപെഗിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഇത് തങ്ങളാണ് ചെയ്തതെന്ന് ബിഷ്ണോയ് ഗ്യാങ്ങിലെ രണ്ടാമൻ ഗോൾഡി ബ്രാർ പ്രഖ്യാപിച്ചു. ബിഷ്ണോയ് ഗ്യാങ്ങിൻ്റെ കാനഡ ബ്രാഞ്ച് പ്രവർത്തനം ഊർജിതമാക്കിയതോടെ കാനഡയ്ക്കും ഇവർ തലവേദനയായി. ആദ്യം ഗ്യാങ് വാറുകളും തട്ടിക്കൊണ്ടുപോകലും മാത്രമായിരുന്നുവെങ്കിൽ പിന്നീട് കാനഡയിലെ ഖലിസ്ഥാൻ അനുകൂലികളായ സിഖ് നേതാക്കളായി ലക്ഷ്യം. 5 ലക്ഷം കനേഡിയൻ ഡോളർ നൽകാത്തതിന് ഹർജിത്ത് എന്നു പേരുള്ള ഒരു കനേഡിയൻ ബിസിനസ്സുകാരനെ ബിഷ്ണോയ് ഗ്യാങ് വെടിവെച്ചു കൊന്നു. ഖലിസ്ഥാൻവാദിയായ ഹർജിത്ത് സിംഗ് നിജ്ജറിൻ്റെ കൊലപാതകം അന്വേഷിച്ച കാനഡ പോലീസ് അതിന് പിന്നിൽ ബിഷ്ണോയ് ഗ്യാങ് ആണ് എന്ന് കണ്ടെത്തി. എന്നാൽ ഈ കണ്ടെത്തൽ കൂടാതെ ഗുരുതരമായ മറ്റൊരു ആരോപണം കാനഡ ഇന്ത്യക്ക് മേൽ ഉന്നയിച്ചു. ഇന്ത്യൻ ഏജൻസികൾ ബിഷ്ണോയ് ഗ്യാങ് പോലുള്ള ക്രിമിനൽ സംഘങ്ങളെ ഉപയോഗിച്ച് ഖലിസ്ഥാൻ വിഘടനവാദികളെ ആക്രമിക്കുന്നുവെന്നായിരുന്നു കാനഡയുടെ ആരോപണം. ഒരു തെളിവും പക്ഷേ കാനഡ ഇതിനായി ഹാജരാക്കിയില്ല. ഇന്ത്യ കാനഡ ബന്ധം ഉലയുകയും സ്ഥാനപതികളെ പരസ്പരം പുറത്താക്കുന്നതിലേക്ക് എത്തുകയും ചെയ്തു. ഈ ആരോപണങ്ങൾക്ക് ഒരു തെളിവും ഹാജരാക്കാതെയാണ് കാനഡ ഇപ്പോൾ ബിഷ്ണോയ് സംഘത്തെ ഭീകരവാദികളായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഖാലിസ്ഥാൻ വിഘടനവാദികളെ ബിഷ്ണോയ് സംഘം ലക്ഷ്യം വയ്ക്കുന്നതാണ് കാനഡയെ ഇതിന് പ്രേരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ബിഷ്ണോയ് സംഘത്തിന് ഖാലിസ്ഥാനികളുമായി ബന്ധമുണ്ട് എന്നാണ് മയക്കുമരുന്ന് കടത്ത് കേസിൽ NIA കോടതിയിൽ കൊടുത്ത കുറ്റപത്രം. ഈ കുറ്റപത്രം കൊടുത്തതിന് പിന്നാലെ ഒരു ചാനൽ ജയിലിലെത്തി ലോറൻസ് ബിഷ്ണോയുടെ അഭിമുഖം നടത്തിയിരുന്നു. താൻ ഖാലിസ്ഥാൻവാദിയല്ലെന്നും ദേശീയവാദിയാണെന്നും ആ അഭിമുഖത്തിൽ ബിഷ്ണോയ് പറയുന്നു. അഭിമുഖം പുറത്തു വന്നവിടൻ പോലീസ് ഇടപെട്ട് അത് പിൻവലിപ്പിച്ചു. പാകിസ്ഥാനിലെ കുപ്രസിദ്ധ ഗ്യാങ്സ്റ്ററായ ഷെഹബാസ് ഭാട്ടിയുമായി ലോറൻസ് ബിഷ്ണോയ് വീഡിയോ കോൾ ചെയ്യുന്ന ഒരു ക്ലിപ്പ് കഴിഞ്ഞ ആഴ്ച വൈറലായിരുന്നു. ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതോടെ ബിഷ്ണോയ് ഗ്യാങ്ങിലേക്കുള്ള കാനഡയിലെ റിക്രൂട്ടിംഗ്, പണമൊഴുക്ക് എന്നിവ തടയാനും സ്വത്ത് കണ്ടുകെട്ടാനും കാനഡയ്ക്ക് കഴിയും. കാനഡയിലെ സംഘത്തിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ അതുവഴി കഴിഞ്ഞേക്കും. എന്നാൽ ഒരു ക്രിമിനൽ സംഘത്തെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നതിലെ നൈതികത ചിലർ ചോദ്യം ചെയ്യുന്നുണ്ട്. ബിഷ്ണോയ് സംഘത്തെക്കുറിച്ച് കാനഡയുടെയും ഇന്ത്യയുടെയും നിലപാടിലെ വൈരുദ്ധ്യമാണ് ഒരു സംയുക്ത നീക്കത്തിലൂടെ ഈ സംഘത്തെ ഇല്ലാതാക്കാൻ സാധിക്കാത്തത് എന്നും വ്യക്തമാണ്. പക്ഷേ അപ്പോഴും ചില ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരമാവുന്നില്ല. 2015 മുതൽ ജയിലിൽ കഴിയുന്ന ലോറൻസ് ബിഷ്ണോയ്ക്ക് എങ്ങനെയാണ് അതീവ സുരക്ഷയുള്ള ജയിലുകളിൽ കിടന്ന് അധോലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത്? തിഹാർ മുതൽ സബർമതി വരെയുള്ള ജയിലുകളിൽ മറ്റാർക്കും ലഭ്യമാകാത്ത സൗകര്യങ്ങൾ ബിഷ്ണോയ്ക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? ജയിലിൽ കിടന്ന് പാകിസ്ഥാനിലെ ഗ്യാങ്സ്റ്റർക്ക് വീഡിയോ കോളിലൂടെ ജന്മദിനാശംസ നേരുന്ന ലോറൻസ് ബിഷ്ണോയ് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയല്ലേ? NIA പറയുന്നത് ബിഷ്ണോയ്ക്ക് ഖലിസ്ഥാൻ ബന്ധമുണ്ട് എന്നാണ്. കാനഡ ആരോപിക്കുന്നത് ബിഷ്ണോയ് ഗ്യാങ് കാനഡയിലെ ഖലിസ്ഥാനികളെ കൊല്ലുന്നുവെന്ന്. ഇതിൽ ഏതാണ് സത്യം?